അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇദാ ഉളിഅതും മൗതാകും ഫിൽ ഖുബൂരി ഫഖൂലു ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് വഫി ലഫ്ളിൻ ആഖർ ബിസ്മില്ലാഹി വഅല സുന്നത്തി റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു അഹ്മദു റഹ്മത്തുള്ളാഹി അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മയ്യത്തിനെ നിസ്കാരം കഴിഞ്ഞു ഖബറിലേക്ക് ഇറക്കുന്ന സമയവും സന്ദർഭവുമൊക്കെ നമ്മുടെ ഇടയിൽ സാർവത്രികമായി കണ്ടുവരുന്ന ചില ശീലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഏട്ടിലുള്ള ദീൻ എന്ന് മനസ്സിലാക്കാൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. കാൽ ഭാഗത്തുകൂടി മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വലത് ഭാഗത്തേക്ക്, അതായത് ഖിബിലയുടെ ഭാഗത്തേക്ക് മുഖം വരുന്ന രൂപത്തിൽ ചരിച്ച് നേരെയാക്കി കിടത്തുക എന്നുള്ളതാണ്. കൈ ഒക്കെ നേരെ തന്നെ. അതുവരെയൊക്കെ കൈ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ നേരെയൊക്കെ വെച്ചിരുന്നത് അവിടെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും മയ്യത്തിൻ്റെ ഖബറിലേക്ക് കൃത്യമായ രൂപത്തിൽ ചരിച്ച് കിടത്താൻ ഉതകാത്ത രൂപത്തിൽ പ്രയാസം ഉണ്ടാവും. അപ്പോൾ കൈയൊക്കെ നേരത്തെ തന്നെ മരിച്ച സമയത്ത് വെക്കുക എന്നുള്ളത് നമ്മൾ മുൻപ് ഒരാൾ പ്രാഥമികമായൊരു മയ്യത്തിൻ്റെ അരികിലെത്തിയാൽ അയാൾക്ക് നിർവഹിക്കാനുള്ള കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് കയ്യും കാലും കണ്ണും വായുമൊക്കെ നേരെയാക്കുക എന്നുള്ളത്. ഇതേപോലെ തന്നെ ഖബറിലും ഇറക്കി കിടത്തുമ്പോൾ അയാൾ ചെയ്യണം. എന്നാൽ പല ഭാഗത്തും പല രൂപങ്ങളിലാണ് ഖബറിൻ്റെ ശൈലി, ഖബറിൻ്റെ രൂപവും ഭാവവും ഒക്കെ. ചില ഭാഗങ്ങളിലൊക്കെ ഖബറിന് നമ്മൾ ബെഡിൽ കിടക്കുന്ന പോലെ തലയണകളുണ്ടാവും. ചരിച്ചിങ്ങനെ കിടത്തുമ്പോൾ ഷോൾഡർ മുട്ടിച്ച് വെച്ച് തല ഇങ്ങനെ ഒടിഞ്ഞു പോകാതിരിക്കാനുള്ളൊരു സംവിധാനം. യഥാർത്ഥത്തിൽ മയ്യത്തിൻ്റെ തല പിന്നീട് ആ ബലത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതുണ്ടാവുകയില്ല. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമോ അല്ലെങ്കിൽ ചെയ്യാത്ത കൊണ്ട് പ്രത്യേകിച്ച് ദോഷമോ ഹദീസിൽ ആ വിഷയത്തിൽ വല്ല തെളിവോ ഒന്നുമില്ല. ഒക്കെ നാട്ടിലെ ഖബറ് കിടക്കുന്ന ആളുടെ കയ്യിലാണ് ദീനുള്ളത്. അയാൾ ചെയ്യുന്നതാണ്. ബാക്കിയുള്ളവർക്കൊന്നും ആ സമയത്ത് ചോദിക്കാനും തോന്നൂല, ധൈര്യം ഉണ്ടാവില്ല. ചോദിച്ചാൽ ഇനി ഒറ്റപ്പെട്ടു പോവോ, ഇനി അയാൾക്ക് എന്തെങ്കിലും അറിയോ, അയാൾക്ക് അറിയില്ല, കൂടുള്ളവർക്ക് ഒട്ടറിയില്ല, വന്നവർക്ക് തീരെ അറിയില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തു പോകുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ പിടിമുണ്ണി വെക്കലൊക്കെ. ഇതിപ്പോൾ എവിടുന്ന് കിട്ടിയത് അറിയില്ല, ആരോ ഒരാൾ ചെയ്തു പോയി. പിന്നെ തലയണപ്പോൾ ഞാനിപ്പോൾ ഒരു ഖബറടക്കത്തിൻ്റെ ഭാഗം കണ്ടപ്പോൾ തോന്നി തലയണ അങ്ങനെ വെക്കാൻ മണ്ണിൻ്റെ ഒരു സ്റ്റെപ്പ്. ഇങ്ങനെ ഞാൻ ചുരുക്കി പറഞ്ഞ അങ്ങനെ ഏട്ടിലുള്ളതും നാട്ടിലുള്ളതും വ്യത്യസ്തമാണ് എന്നർത്ഥം. എന്നാൽ ഖിബിലക്ക് നേരെയാക്കണം മുഖം. അതിന് പറ്റുന്ന രൂപത്തിൽ ആണ് കിടത്തേണ്ടത്. ഇനി ഖബറിൽ ഇറക്കി വെക്കുമ്പോൾ എന്ത് പറയണം? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഹദീസ് കിതാബിലെ 4990 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഇദാ ഉളിഅതും മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആളുകളെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഫിൽ ഖുബൂരി, ഖബറുകളിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയുക ബിസ്മില്ലാ. ഏതൊരു കാര്യം വിശ്വാസിയായ ഒരാൾ ചെയ്യുകയാണെങ്കിലും അവിടെയൊക്കെ ബിസ്മില്ല പറയണം. അത് മയ്യത്തിനെ ഇറക്കി വെക്കുകയായിരുന്നാലും വേണ്ടില്ല, മയ്യത്തിനെ കുളിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നാലും വേണ്ടില്ല. ജീവിച്ചിരിക്കുന്ന ഒരാൾ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അപ്പോൾ അയാളെ കുളിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനി അവനവൻ കുളിക്കുകയാണെങ്കിലും പറയാൻ ഇപ്പം എന്താ ഉള്ളത്? വേറൊന്നുമില്ല. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വസ്ത്രം ധരിക്കുകയാണെങ്കിലും ഒക്കെ അതിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ല എന്നുള്ളത് ഉണ്ടാവുക എന്നുള്ളത് വലിയ ബറക്കത്തുള്ള കാര്യമാണ്. എങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ വഅലാ മില്ലത്തി റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്ത് അനുസരിച്ച്. മറ്റൊരു ലഫ്ദിലുള്ളത് വഅല സുന്നത്തി, നേരത്തെ പറഞ്ഞ ബിസ്മില്ലാഹി വഅല സുന്നത്തി റസൂലില്ലാ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരം അല്ലെങ്കിൽ മില്ലത്ത് പ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുക എന്നുള്ളത് സഹാബിമാർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഇതല്ലാത്ത വ്യത്യസ്തമായ ഹദീസുകളിലൊക്കെ കാണാൻ പറ്റും. ചില ആളുകൾക്ക് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പറയുക എന്നുള്ള ബിസ്മി ചൊല്ലുക എന്നുള്ള ഏതായിരുന്നാലും സുന്നത്തായ കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ കത്തിക്കുകയോ വെള്ളത്തിലൊഴുക്കി വിടുകയോ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. അത് നമ്മളെന്ത് ചെയ്യുന്നു, പറയുന്നു, ഒരു ലഫ്ളായി പറയുന്നു. ഇനി ഒരാളങ്ങനെ പറയാൻ വിട്ടുപോയി, അതൊരു കുറ്റകരമായ കാര്യമല്ല എങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് സഹാബിമാർ അങ്ങനെ ചെയ്തു വന്നിരുന്നൊരു സമ്പ്രദായം ഹദീസുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു ഇരുലോകത്തും പുറത്ത് മാപ്പാക്കി തന്ന് മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവ മായ്ച്ചു കളയുവാൻ ഉതകുന്ന അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അമലു സാലിഹാത്തുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് ശാരീരികമായും സാമ്പത്തികമായും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായും വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവൻ്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താക്കത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും മരണം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായ അവൻ്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫ് സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.